പ്രിയമാണ് നബിയേ. എങ്ങനെയാണ് എനിക്ക് അങ്ങയോടുള്ള പ്രണയം എന്നറിയുമോ? എന്റെ ശരീരമൊഴിച്ച് എനിക്ക് ഏതെല്ലാം വസ്തുക്കളുണ്ടോ, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന സുഖങ്ങളുണ്ടോ, അതിനേക്കാൾ എന്റെ ശരീരമൊഴിച്ച് ബാക്കി എല്ലാത്തിനേക്കാളും എനിക്ക് പ്രണയം അങ്ങയോടാണ് നബിയേ. ഇത് പറയേണ്ട സന്ദർഭം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ ഇടപെട്ടുകൊണ്ട് പറയുന്നു, ലാലാ, പോരാ, എല്ലാ വസ്തുക്കളെക്കാളും നിങ്ങളുടെ ശരീരത്തെക്കാൾ ഞാൻ നിങ്ങളിലേക്ക് ഇഷ്ടം വരുമ്പോൾ മാത്രമേ നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ ഉമറേ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പക്ഷേ നമ്മെ പോലെയുള്ള സാധാരണക്കാരായ ആളുകൾ ഒരു പക്ഷേ ചിന്തിച്ചേക്കാം, ഞാനും നിങ്ങളും ഈമാൻ കുറഞ്ഞവരായതുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം, എന്തേ മുത്തുനബി തങ്ങൾ അങ്ങനെ പറഞ്ഞത്? അതൊരു സ്വാർത്ഥ താല്പര്യമാണോ? കാരണം എല്ലാവരെക്കാളും എന്നെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് നേരിട്ട് പറയുമ്പോൾ അതൊരു സ്വാർത്ഥ താല്പര്യമാണോ? ഞാൻ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടം വരാൻ പാടുള്ളൂ എന്ന് ഒരു പക്ഷേ ഞാനും നിങ്ങളും ചിന്തിച്ചേക്കാം. പക്ഷേ തന്റെ ശിഷ്യനായ ഉമർ തങ്ങളുടെ ഈമാനിൽ ഒരു ചെറിയ അപാകത വന്ന സമയത്ത്, ഇസ്ലാമിന്റെ തുടക്കകാലമാണ്, ഉമർ തങ്ങളുടെ ആ ഈമാനിൽ ചെറിയൊരു പ്രശ്നം വന്നപ്പോ തന്റെ ഉസ്താദും ഗുരുവര്യരും തന്റെ എല്ലാമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ ഇടപെട്ടുകൊണ്ട് അത് തിരുത്തി കൊടുക്കുമ്പോൾ ഉമർ തങ്ങൾ ഉടനെ പറയുന്നു, നബിയേ, ഇപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. ഇനി എന്റെ ശരീരത്തെക്കാൾ എന്റെ ഹൃദയത്തിൽ അങ്ങേക്കാണ് സ്ഥാനം നബിയേ. ഇത് പറഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ പറഞ്ഞു, അൽ ആൻ യാ ഉമർ, ഇപ്പോഴാണ് ശരിയായത് ഉമറേ, ഇപ്പോഴാണ് ഈമാൻ പൂർണ്ണമായത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു എന്നത്, നമ്മുടെ ഒരു യഥാർത്ഥ വിശ്വാസി അവന്റെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ അല്ലാഹുവും അവന്റെ റസൂലും അവനിലേക്ക് വല്ലാത്ത ഇഷ്ടമുള്ളവരാകണം. ഈ ഇഷ്ടം എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് വല്ലാത്ത മുത്തുനബി തങ്ങൾ അത്രമാത്രം നമ്മോട് വല്ലാത്ത സ്നേഹമുള്ള നേതാവാണ്. ഇതുപോലെയുള്ള ഒരു നേതാവിനെ നമുക്ക് കാണാനേ കഴിയില്ല. നമ്മുടെ ഭൗതികപരമായി നമുക്ക് ഒരുപാട് നേതാക്കളുണ്ട്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ നമുക്കുണ്ടാകും, അതുപോലെ തന്നെ നമ്മോട് ബന്ധപ്പെട്ട പല നേതാക്കളും നമുക്കുണ്ടെങ്കിലും നമ്മിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മെ സ്നേഹിച്ച നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു ദൂതൻ വരുന്നുണ്ട്, മുത്തു റസൂൽ വരുന്നുണ്ട്. മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും, ആ നേതാവിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾക്ക് വല്ല പ്രയാസവും വരുന്നത് ആ നേതാവിന് സഹിക്കാൻ കഴിയൂല. നമുക്കൊരു ചെറിയ പ്രയാസം വരുന്നത് പോലും ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹിക്കാനേ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ഏത് നേതാവാണ് അങ്ങനെയുള്ളത്? നമ്മുടെയൊക്കെ ഭൗതികപരമായ നേതാക്കൾ അവരുടെ കാര്യലാഭത്തിനു വേണ്ടി നമ്മെ ഓരോരുത്തരെയും ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണെന്നറിയുമോ? തന്റെ ഉമ്മത്തിനോട് വല്ലാത്ത കൃപയുള്ള നേതാവാണ്, വല്ലാത്ത സ്നേഹമുള്ള നേതാവാണ്. എത്ര ഉദാഹരണങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മളൊക്കെ നിസ്കരിക്കുന്ന തറാവീഹ് നിസ്കാരമില്ലേ, അതിന്റെ തുടക്ക സമയത്ത് എങ്ങനെയാണ് ഉണ്ടായത് നമുക്കറിയാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ നിസ്കരിച്ചു. ഈ നിസ്കാരത്തെ കുറിച്ച്